ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. നമ്മളുടെ ഒക്കെ ഒരു ജീവിത കാലയളവിൽ ഇത്രയും ഒരു വലിയ ചൂട് ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ചൂട് ഉണ്ടാകാനുള്ള കാരണം? ഈ ഉഷ്ണതരംഗം ഇപ്പോൾ 2-3 ജില്ലകളിലേക്ക് അത് എത്തുന്ന ഒരു സാഹചര്യം അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ 4-5 ഡിഗ്രി വരെ കൂടുന്നു എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് ശ്രീ രാജഗോപാൽ? നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത വേനൽക്കാലമാണ്. അതായത് സാധാരണ വേനൽക്കാലത്തിൽ നിന്നും അല്പം കൂടി തീവ്രമായിട്ടുള്ള വേനൽക്കാലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ജൂൺ ആദ്യത്തെ ആഴ്ച നമുക്ക് മഴ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് പ്രീ മൺസൂൺ മഴ ലഭിക്കണം. അപ്പോൾ മഴയിൽ നമുക്ക് 62% കുറവുണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ലഭിക്കേണ്ട വേനൽ മഴ ലഭിച്ചിട്ടില്ല. അത് ഈ ചൂട് കൂടാനായിട്ടുള്ള ഒരു കാരണമാണ്. മറ്റേത് ചൂട് കൂടി നമുക്ക് മഴ കൂടി ലഭിച്ചു കഴിയുമ്പോൾ അല്പം താപനില കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇക്കുറി നമുക്ക് മഴ ലഭിച്ചിട്ടില്ല. കാരണം അറബിക്കടലിന്റെ കേന്ദ്ര ഭാഗത്താണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. അത് മാത്രമല്ല, അറബിക്കടലിന്റെ താപനില 30-31 ഡിഗ്രി ആയിട്ടുണ്ട്. കേരളത്തിൽ രാത്രി 12 മണിക്ക് പോലും താപനില 30 ഡിഗ്രിയോളമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് ഇന്നലെ കേരളത്തിന്റെ മിക്കയിടങ്ങളിലും, കാസർഗോഡ്, കാഞ്ഞങ്ങാട് മുതൽ ഇങ്ങോട്ട് മലപ്പുറം, പിന്നെ പൊന്നാനി, തൃശ്ശൂർ, അതുപോലുള്ള ഇടങ്ങളിൽ 30 ഡിഗ്രി ആയിരുന്നു താപനില 12 മണിക്ക്. അതിന് ഇപ്പുറത്തോട്ടൊക്കെ ഒരു 29 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. അപ്പോൾ അത് വളരെ കൂടുതലാണ്. കേരളത്തിന്റെ കരയിൽ നിന്നും താപമേറിയ വായു സമുദ്രത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കുള്ള താപം കുറഞ്ഞ അല്ലെങ്കിൽ ഈർപ്പമുള്ള ഒരു മേഘഭാഗങ്ങളെ അല്ലെങ്കിൽ കാലാവസ്ഥ മുഖങ്ങളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്നും തടയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അറബിക്കടലിന്റെ കേന്ദ്ര ഭാഗത്ത് കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുക, വെതറിൽ ചേഞ്ച് ഉണ്ടാകുക, അവിടെ മഴ പെയ്യുകയും ചെയ്യുന്നു അറബിക്കടലിന്റെ കേന്ദ്രഭാഗത്ത്. അത് നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട മഴകളാണ് അങ്ങോട്ടേക്ക് പോയത്, അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങളാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഇനിയും ഇത് തുടരും. അടുത്ത 2 ആഴ്ചത്തേക്ക് ഈ രീതിയിലുള്ള ഉഷ്ണ തരംഗം നിലനിൽക്കും. ചെറിയ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അതിലൊന്നും ഒരു 7-8 ദിവസം കഴിഞ്ഞ് ചെറിയൊരു മഴ ചിലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ മെയ് 3-ാമത്തെ ആഴ്ച വരെ ഈ കണ്ടീഷൻ തുടരും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യ ഉപഭൂഖണ്ഡം വളരെ വലിയ രീതിയിൽ തന്നെ താപമേറാൻ പോവുകയാണ് ഈ 2-3 ആഴ്ചകളിൽ. ഇന്ത്യയുടെ പല മേഖലകളിലും താപതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെടും. അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ആശ്വസിക്കാനുള്ള ഒരു വകയുള്ളത് എൽനിനോ എന്ന് പറയുന്ന പസഫിക്കിന്റെ ഭാഗത്തുള്ള താപമേറിയ ജലം ഉണ്ടാകുന്ന പ്രതിഭാസം ഒഫീഷ്യലായിട്ട് ഇല്ലാതായി എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അത് മാത്രമല്ല, എൻസോ എന്ന് പറയുന്നത് എൽനിനോ സദേൺ ഓസിലേഷൻ എന്ന് പറയുന്ന പസഫിക്കിലെ താപനില മാറ്റത്തിന്റെ ആ ഒരു സീസോ ഫിനോമിനൻ, അതും ന്യൂട്രൽ കണ്ടീഷനിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്തോനേഷ്യയുടെ ഭാഗത്ത് ചെറുതായിട്ട് പസഫിക്കിൽ ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്തെ ഇന്ത്യ മഹാസമുദ്രത്തിൽ അല്പം താപമേറി കാണുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് മഴ ഏകദേശം നോർമൽ മഴ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനും ഇനി അനേകം ആഴ്ചകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ നമ്മൾ ഈ ചൂട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു അടുത്ത 2-3 വർഷത്തേക്ക് ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം സോളാർ മാക്സിമം എന്ന് പറയുന്ന സൂര്യന്റെ അതിതീവ്രമായ ചാക്രികമായ മാറ്റത്തിന്റെ കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സോളാർ മാക്സിമം 3-4 വർഷം നിലനിൽക്കും. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് ഇതുപോലെ ചൂട് കൂടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എൻസോ കണ്ടീഷൻസ് ന്യൂട്രൽ ആയതുകൊണ്ട് നമുക്ക് മഴ ലഭിച്ചേക്കാം, വേനൽ മഴ ലഭിച്ചേക്കാം അടുത്ത വർഷങ്ങളിൽ. പക്ഷേ ഈ വർഷം നമുക്ക് ഈ താപം അനുഭവിച്ചേ മതിയാകൂ. ഏറ്റവും റെക്കോർഡ് താപനിലയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ രേഖപ്പെടുത്തിയില്ലാത്ത താപനില ഏകദേശം 34 ഡിഗ്രി വരെ എത്തി എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരം പറയുന്നത്. പല ഏജൻസികളും അത് ശരിവെക്കുന്നുമുണ്ട്. അതേസമയം അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രി, കേരളത്തിലത് 40 കടക്കുകയും ചിലയിടങ്ങളിൽ 40, പാലക്കാട് 43 രേഖപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ പാലക്കാടും ആര്യങ്കാവ്, പുല്ലൂർ ആ മേഖലകളിലൊക്കെ സ്ഥിരമായിട്ട് താപം കൂടുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവിടെ പാലക്കാട് മറ്റേ സഹ്യാദ്രികളുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഒരു വിടവുണ്ട് അവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും താപമേറിയ വായു ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ മറ്റിടങ്ങളിലും ചൂട് കൂടുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂര്, ആലപ്പുഴ, മലപ്പുറം, പൊന്നാനി, ഒറ്റപ്പാലം, അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ താപം. കാസർഗോഡ് ചൂട് കൂടുന്നുണ്ട്, കാഞ്ഞങ്ങാട് ചൂട് കൂടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരേ രീതിയിൽ ചൂട് കൂടുന്നു. പിന്നെ മലമ്പ്രദേശങ്ങളിൽ, വയനാട്, ഇടുക്കി പ്രദേശങ്ങളിൽ ചൂട്. ഇന്നലെ രാത്രി പൈനാവില് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഒരു 10-11 മണിക്ക്. അത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭൂപ്രകൃതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്.